ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൂവിൻ ട്രെൻഡ്സ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഓൾറെഡി നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒന്നുമില്ലെങ്കിൽ ഒരു ഹെയർ കെയറിങ്, അല്ലെങ്കിൽ ഒരു ഫേസ് കെയറിങ് ആണ്, അല്ലെങ്കിൽ ഒരു സ്കിൻ കെയറിങ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകണമെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ. അപ്പോൾ ഒത്തിരി നാളായി നമ്മൾ ഹെയർ കെയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു സ്കിൻ കെയറിങ് ചെയ്യാറില്ലാത്തത് കൊണ്ട് തന്നെ ഞാനിന്നൊരു ഫേസ് കെയറിങ് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ സീസൺ ചേഞ്ച് ചെയ്തിട്ടിരിക്കുകയാണ്. ഇപ്പൊ നല്ല മഞ്ഞുകാലാണ്. മഞ്ഞുകാലം ആയതുകൊണ്ട് തന്നെ സ്കിന്നിന് വരൾച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എനിക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഡ്രൈ ആവാറുണ്ട്. നന്നായിട്ട് തന്നെ കട്ടിക്ക് നല്ല അടിപൊളി മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക, അതുപോലെ ഒരുപാട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ സ്കിന്നിൽ ഹൈഡ്രേഷൻ നിലനിന്ന് കൊണ്ടുപോകും കേട്ടോ. അപ്പൊ അതൊരു ടിപ്പാണ്, ആരും മറക്കണ്ട കേട്ടോ. അപ്പൊ എന്തായാലും ഇനി തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് തൊട്ടിട്ട് തന്നെ തുടങ്ങാൻ മറക്കണ്ട കേട്ടോ. നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനലിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പം എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഒട്ടും കുറയണ്ട. നമുക്ക് ഡയറക്റ്റ് വീഡിയോക്ക് കിടക്കാം. ഓക്കെ, ഇപ്പം നമ്മളുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും തന്നെ ടൈം ഇല്ല എന്നുള്ളതാണ്. വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് ടൈം. ആ വേണമെങ്കിൽ ഉണ്ടാക്കുന്ന ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്യാം. സ്കിൻ കെയറിൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നല്ലൊരു സ്ക്രബ് ചെയ്യുക എന്നുള്ളതാണ്. സ്ക്രബ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ടത് വീക്കിലി ഒരു 2 ടൈം ചെയ്യാവുന്നതാണ്. മാക്സിമം 3 ടൈം അത്രേ പാടുള്ളൂ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിനകത്തോട്ട് ഈ കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഇല്ലേ, പോഴ്സ് എന്ന് പറയുന്ന സംഗതി, അത് സ്ക്രബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ളൊരു തരി ഉണ്ടല്ലോ, ആ തരി വെച്ച് ഇങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ ആ പോഴ്സ് വലുതാവാനുള്ള റീസൺ ഉണ്ട്. അതുകൊണ്ടാണ് ഡെയിലി സ്ക്രബ് ചെയ്യരുതെന്ന് പറയുന്നത് കേട്ടോ. എൻ്റെ സെൽഫായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ്, ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ്, ഡെയിലി മീൻസ് ഞാൻ എൻ്റെ സ്കിൻ കെയറിന് യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. കഴിയുമ്പോഴത്തേക്കും ഞാൻ അത് സ്റ്റോർ ചെയ്യാറുണ്ട്. ആ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു കുഞ്ഞു സ്കിൻ കെയർ ആണ് നിങ്ങളെ കാണിക്കുമ്പോൾ അപ്പോൾ സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടി ഞാൻ റെഡി ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഓയിലി സ്കിന്നിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ടൊമാറ്റോ ജ്യൂസ്. അപ്പം ഞാൻ അതാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത്രയും വലിപ്പമുള്ള ഒരു 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് മിക്സിയിൽ അടിച്ചിട്ട് ഞാൻ പ്യുവർ ജ്യൂസ്, വെള്ളം ഒട്ടും തന്നെ ചേർക്കാണ്ട് പ്യുവർ ജ്യൂസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ സ്കിന്നിലെ പാടുകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് വർക്കിംഗ് ആണ് കേട്ടോ. അപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാസ്കാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകണം. എനിക്കിത് കണ്ടോ ഭയങ്കര ഡാർക്കായിട്ട് കിടക്കുന്നുണ്ടോ? ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 2 സൈഡും ഭയങ്കര ക്ലീൻ ആൻഡ് ക്ലിയർ ആയിരുന്നു. പക്ഷേ വെറുതെ ഇങ്ങനെ പിമ്പിൾസ് വന്നുകൊണ്ട് ഉണ്ടായ പാടാണ് ഇതൊക്കെ കേട്ടോ. ജസ്റ്റ് ഈയിടെ ആയിട്ട് ഉണ്ടായതാണ്. അപ്പം ഞാൻ തകൃതിയായിട്ട് അത് റിഡ്യൂസ് ചെയ്യാനുള്ള മാർഗ്ഗമാണ്. കുരു വരാൻ അത്ര വലിയ പണിയൊന്നുമില്ല, പക്ഷെ ഈ സംഗതികൾ മായാനുണ്ടല്ലോ എളുപ്പമല്ല കേട്ടോ. അപ്പം പ്ലെയിൻ ബൗൾ എടുത്തിട്ടുണ്ട്, അതിനടുത്തൊന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. ഇത് കടലമാവാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം കടലമാവ് ഞാൻ ഈ ഒരു സ്പൂണിന് എൻ്റെ ഫേസിന് ആവശ്യമായിട്ടുള്ള കടലമാവ് എടുക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഫേസിന് ആവശ്യമായിട്ടുള്ള കടലമാവ് എടുക്കാവുന്നതാണ്. ഞാൻ സ്ക്രബിങ്ങിന് വേണ്ടിയിട്ടാണ് കടലമാവ് എടുക്കുന്നത്. ഏറ്റവും ഫസ്റ്റ് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫേസിൽ എന്ത് സംഗതികൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപും നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം നല്ലതാണ്. ഫേസ് വാഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ കാഠിന്യം അധികം ഇല്ലാത്ത സോപ്പ് വെച്ചിട്ടൊക്കെ ഫേസ് നന്നായിട്ട് തന്നെ വാഷ് ചെയ്യണം നല്ലതാണ്. അതിന് ശേഷം വേണം നമ്മൾ ഫേസിനകത്തോട്ട് എന്ത് പ്രൊഡക്റ്റും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം കൂടുതൽ പിമ്പിൾസ് വരാനുള്ള റീസൺ ഉണ്ട്. കാരണം ആ പോഴ്സിനൊക്കെ അഴുക്ക് ഒരുപാട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ ചെയ്യാൻ പോണത് ഇത് രണ്ടും കടലമാവ് എടുത്തിട്ടുണ്ട്, നമ്മുടെ ടൊമാറ്റോ ജ്യൂസും കൂടെ മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ ഫേസ് മൊത്തം ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാൻ മറക്കണ്ട. ഇനി നമുക്കൊരു കുട്ടി മസാജ് കൊടുക്കാം കേട്ടോ. ഈ ഒരു രീതിക്ക് പതുക്കെ സ്ലോ ആയിട്ട് ചെയ്യണം. നമുക്ക് പോഴ്സ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയണത്. എനിക്ക് പോഴ്സ് ഉണ്ട് കേട്ടോ. ഈ ഒരു സൈഡിലായിട്ട് നന്നായിട്ട് പോഴ്സ് ഉണ്ട്. പക്ഷെ ഒട്ടും തന്നെ ഇങ്ങനെയിട്ട് ഹാഷ് ആയിട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ. സ്ലോലി ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കാം. നമുക്കൊരു 5 മിനിറ്റ് മസാജ് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനൊരു കുട്ടി മസാജൊക്കെ കൊടുത്തതിന് ശേഷം കാണാം. അപ്പം എൻ്റെ സ്ക്രബിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രബ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്കിലി 1 ടൈം ചെയ്യുകയാണെങ്കിൽ സൺടൈൻ ഒക്കെ സ്വാഭാവികമായിട്ട് റിമൂവ് ആവാൻ നല്ലതാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിലെ നമ്മുടെ സ്കിന്നിൽ അത് ഒളിച്ചിരിക്കുന്ന ഗ്ലോ ഒക്കെ, അതായത് സ്ക്രബിലൂടെ തന്നെ നമുക്കത് പുറത്തെടുക്കാൻ പറ്റും. ഭയങ്കര സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് വീക്കിലി 1 ടൈം സ്ക്രബ് ചെയ്യണം. ഒരുപാട് നല്ലതാണ് കേട്ടോ. ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് തുടങ്ങാം.
നെക്സ്റ്റ് ആയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി മാസ്ക് ആണ്. അതും നന്നായിട്ട് തന്നെ ഫേസിലെ പാടുകളൊക്കെ മായ്ക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യണ സംഗതിയാണ്. അപ്പോൾ പ്രൊഡക്റ്റ് എന്താണെന്ന് കാണാം കേട്ടോ. ഇത് എൻ്റെ അടുത്തുള്ളത് ആൽഫ ഗുഡ്നെസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ മുൾത്താണി പൗഡറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതെനിക്ക് ഓഫറിൽ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചത്. പിന്നെ ഞാൻ ഈ ആൽഫ ഗുഡ്നെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രാൻഡിൻ്റെ പൗഡറാണ് ഞാൻ അധികം യൂസ് ചെയ്യാറ്. ഇത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ സ്റ്റോർ ചെയ്യാറുണ്ട് കേട്ടോ. ഞാനിതൊരു ഡപ്പയിലേക്ക് ഒഴിച്ച് വെച്ചു കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതാണ് ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചേക്കാണ്. ഞാൻ ഇതിപ്പോൾ സ്ഥിരം ചെയ്യാറുണ്ട് കേട്ടോ. കാരണം ഇതൊക്കെ ഒന്ന് റിഡ്യൂസ് ആവണ്ടേ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫേസിലേക്ക് മാസ്കിന് ആവശ്യമായിട്ടുള്ള പൗഡർ എടുക്കുന്നുണ്ട്. ഇത്തിരി എടുക്കണം. മിക്സ് ചെയ്യണമെങ്കിൽ ഞാൻ ടൊമാറ്റോ ജ്യൂസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ആവശ്യത്തിന് എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ടൊമാറ്റോ ജ്യൂസ് ഇല്ലേ, ഇതിങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി ഇങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഡെയിലി ഈ മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്യാൻ നല്ലതാണ്. ഇപ്പോൾ പൗഡർ ഓൾറെഡി അവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ജ്യൂസും എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഫേസിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു തിൻ ലെയറായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല സ്മെല്ലാട്ടോ ഈ ഒരു പൗഡറിന്. ആയുർവേദിക് ഷോപ്പിലൊക്കെ ഇത് അവൈലബിൾ ആണ് കേട്ടോ, മുൾത്താണി പൗഡർ. ഫേസിന് നല്ല ബ്രൈറ്റനിങ് തരും കേട്ടോ. നമുക്കൊരു മാരേജ് ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നേ തന്നെ ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ മേക്കപ്പ് ലാസ്റ്റ് ചെയ്യാൻ നല്ലതാണ് കേട്ടോ. നമ്മുടെ ഓയിലി ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യണതൊക്കെ പിടിച്ചു നിർത്താൻ ഒരുപാട് നല്ലതാണ് മുൾത്താണി പൗഡർ. ഇതിപ്പോൾ വാട്ടറിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലും നല്ല എഫക്റ്റ് തന്നെയാണ്. എനിക്ക് പിന്നെ ഈ പാടുള്ള കാരണം ഞാൻ ടൊമാറ്റോ ജ്യൂസിലാണ് ഞാൻ അപ്ലൈ ചെയ്യാറ് എപ്പോഴും. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒത്തിരി മെസ്സി ആവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിലെ കറുത്ത പാടുകളൊക്കെ മായാനും നല്ല സ്വാഭാവിക നിറം കിട്ടാനും അതുപോലെ തന്നെ സൺടൈൻ ഒക്കെ റിമൂവ് ആയി തിളക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ മുൾത്താണി പൗഡർ. ഇപ്പോൾ ഏത് ബ്രാൻഡിൻ്റെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു പാക്ക് മാത്രം ഡെയിലി ചെയ്യുകയാണെങ്കിലും നല്ലതാണ് കേട്ടോ. നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ എന്തായാലും അറിയാൻ പറ്റും അതിൻ്റെ ഒരു റിസൾട്ട്. ഞാൻ പറയുന്നത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് പിമ്പിൾസും പാടുകളൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു 1 വീക്ക് അടുപ്പിച്ചിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു പാക്ക് നമുക്കൊരു 50 മിനിറ്റ് വെക്കാം. എന്നിട്ട് ഞാൻ സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്യാറ്, മസാജൊന്നും ചെയ്യാറില്ല, അങ്ങനെ വാഷ് ചെയ്യാറുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും. അപ്പം നമ്മളെ പരിപാടികളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഒരു 2 സ്റ്റെപ്പ് സ്കിൻ കെയർ ആണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ട് തന്നെയാണ്. സ്കിൻ നല്ല ഗ്ലോ ആൻഡ് ഹൈഡ്രേഷൻ ആയിട്ടുണ്ട്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്. ടീനേജേഴ്സ് ആണ്, ഒരു 10 +1 +2 അങ്ങനെയൊക്കെ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ ഒരുപാട് എനിക്കറിയാം എൻ്റെ ആ ഒരു ടൈം അത്യാവശ്യം നന്നായിട്ട് തന്നെ പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു മുൾത്താനി മിട്ടി പൗഡർ മാത്രമാണെങ്കിലും യൂസ് ചെയ്യണം, നല്ലതാണ്. ടീനേജേഴ്സിന് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു ടിപ്സാണ്. കടലമാവ് എന്ന് പറയുന്ന സംഗതി ഒട്ടുമിക്ക വീട്ടിലും ഉണ്ടാവാതിരിക്കില്ല. ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങിച്ചിട്ടും അല്ലെങ്കിൽ കാശ് കൊടുത്തിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പരീക്ഷിക്കുന്നതിനൊക്കെ നല്ലത് നമ്മൾ ഇതുപോലെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കണമെന്ന് നല്ലതാണ്. എൻ്റെ ആ ഒരു പ്രായത്തിൽ സ്കൂളിൽ കോളേജിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ഒരുപാട് പിമ്പിൾസ് ഉണ്ടായിരുന്നു. ആ ടൈമിലൊക്കെ ഞാൻ ട്രൈ ചെയ്തിരുന്ന ടിപ്സൊക്കെ അടിപൊളി വർക്കിംഗ് ആണ്. ആ ഒരു ടിപ്സൊക്കെ ഞാനിപ്പോഴും ഇങ്ങനെ എന്താ പറയുക ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നൊസ്റ്റാൾജിക് ഫീലിങ്ങിന് വേണ്ടിയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ, ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ടുള്ള റിസൾട്ട് കണ്ടിട്ട് എന്തായാലും വീണ്ടും ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുള്ളായി കാണും എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആകാതിരിക്കില്ല എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസും ടിപ്സും ട്രിക്സൊക്കെ ആയിട്ട് വീണ്ടും കാണും വരെ സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ ബൈ.